ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കനേഡിയൻ മലയാളി. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ട ഒരു ന്യൂസ് ക്ലിപ്പിന് ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓൺടാരിയോയിൽ നടന്ന ഒരു കാർ തെഫ്റ്റ്, അതിനുശേഷം പോലീസ് അവരെ ചേസ് ചെയ്ത് കണ്ടുപിടിച്ച് അത് കഴിഞ്ഞിട്ടുണ്ടായ ഇൻസിഡൻ്റ് ആണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ആദ്യമേ നിങ്ങൾ വീഡിയോ കാണുക, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രോങ്കോ വണ്ടിയില്ലേ, ആ വണ്ടി ഒരാൾ മോഷ്ടിച്ചതിന് ശേഷം ടിം ഹോട്ടൻസ് ഡ്രൈവ് ത്രൂവിൽ പോയി. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാവാത്തത് ഇതിൽ ലോജിക്കാണ്. ഒരാൾ ഒരു വണ്ടി മോഷ്ടിക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ടിം ഹോട്ടൻസിൽ പോയി കോഫി വാങ്ങിക്കാനുള്ള ധൈര്യം ഒന്ന് ആലോചിക്കണം. ഓക്കെ, അപ്പോൾ അതും ബുദ്ധിയും ആലോചിക്കണം. നമ്മൾ ഡ്രൈവ് ത്രൂവിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വണ്ടികളുണ്ടാകും. നമ്മൾ അവിടെ ചെന്ന് സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി നിന്നപ്പോഴത്തേക്കും പോലീസ് വന്ന് അവരെ ഫുൾ വളഞ്ഞതിന് ശേഷം അയാൾ എന്താ ചെയ്തതെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് സറണ്ടറിങ്, ആ ബ്രോങ്കോ കോപ്സിന്റെ കാറിൽ കൂടെ കയറ്റി കൊണ്ടുപോകാനായിട്ട് നോക്കി. ഒരു ജീപ്പൊക്കെ ആയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് കയറിപ്പോയേനെ. ബ്രോങ്കോ ആയത് കാരണം കയറിപ്പോയില്ല. ബട്ട് സ്റ്റിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ കോപ്സിനും പോലീസുകാരനും ബ്രോങ്കോനും ഒക്കെ ഉണ്ടായ നാശനഷ്ടങ്ങൾ. ഇതെന്തിനാണ് ഇങ്ങനത്തെ ക്രൈംസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഞാൻ 6 ബസ് എന്ന് പറഞ്ഞ ഒരു ട്വിറ്റർ ചാനൽ കണ്ടത്, ഇതിൽ അറസ്റ്റ് ചെയ്തേക്കുന്ന 25 വയസ്സുള്ള രമൻദീപ് എന്ന് പറഞ്ഞൊരു ആളെയാണ്. ഇതൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞ പ്രശ്നങ്ങൾ ഗായ്സ്. ലൈക്ക് നമ്മൾ നാട്ടുകാർ ഇവിടെ വന്നിട്ട്, അതായത് ഇന്ത്യൻസ് ഇവിടെ വന്നിട്ട് ക്രൈംസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ക്രിമിനൽസാണ് ഇവിടെയുള്ള ആൾക്കാർ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എന്ത് ബുദ്ധിയുണ്ടെന്നാണ് ഞാൻ ആലോചിക്കണേ. ഒരു ട്രിപ്പിൾ അടിച്ചിട്ടാണോ ഈ പണി കാണിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കഫീനൊക്കെ കയറി കഴിഞ്ഞപ്പോൾ വിചാരിച്ച് കാണും ഓടിച്ചോണ്ടൊക്കെ പോവാന്ന്. അവസാനം പാസഞ്ചറിൻ്റെ ഡോർ വഴി പാസ് ചെയ്യാൻ ശ്രമിച്ച ഇയാൾ മറ്റേ ടേസ്റ്റ് ചെയ്തിട്ടാണ് പിടിച്ചോണ്ട് പോയത്. US ഉറപ്പായിട്ടും വെടിവെച്ചേനെ, 100% വെടികൊണ്ടേനെ ഇയാൾ. ഇത് കാനഡ ആയതുകൊണ്ട് മാത്രം ജീവനോടെ ഇപ്പോൾ ജയിലിൽ പോയിട്ടുണ്ട്. US ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ടിം ഹോട്ടൻസിലുള്ള 2-3 പേരും കൂടെ ചത്തിട്ടുണ്ടാവും. കാരണം അങ്ങനെയാണ് US. അവർ നോക്കലൊന്നുമില്ല, അവരങ്ങ് വെടിവെച്ച് ഇടുകയുള്ളൂ. പക്ഷെ കാനഡ ആയത് കാരണം പോലീസ് കുറച്ചും കൂടെ ലൈക്ക് എന്താ പറയുക, മനുഷ്യത്വം ഉള്ളതെന്ന് പറയാം. പക്ഷെ അതിനെ ശരിക്കും ഇവിടെ മുതലെടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ തീർത്തേക്കുക. ഓക്കെ, ലൈക്ക് ബാക്കിയുള്ളവർക്ക്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ആ പോലീസുകാരനെ കൊല്ലാൻ ശ്രമിച്ചില്ലേ ഇയാൾ. ഓക്കെ, അപ്പോൾ പോലീസുകാർക്ക് തിരിച്ച് കൊന്നാൽ എന്താ കുഴപ്പം? അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആരെയും കൊല്ലുന്നത് നല്ലതാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, അത് ഞാനിവിടെ കനേഡിയൻ പോലീസിൻ്റെ സൈഡിൽ തന്നെ നിൽക്കത്തുള്ളൂ. പക്ഷേ അവരതൊന്നും ചെയ്തില്ല, അവർ ടേസ്റ്റ് ചെയ്തിട്ടാണ് പിടിച്ചുകൊണ്ട് പോയത്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പഠിക്കാൻ വരുവാണ്, ഇവിടെ ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ പഠിക്കുക, ഇമിഗ്രേറ്റ് ചെയ്യുക, ജോലി ചെയ്യുക. അല്ലാണ്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ
അവസാനം ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ പറയുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ചില ഡെമോഗ്രഫി ഉള്ള ഇന്ത്യയിലുള്ള ചില ഡെമോഗ്രഫിയിലുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കാരണം എഫക്റ്റ് ആവുന്നത് ഇവിടെയുള്ള ബാക്കിയുള്ള ഇന്ത്യൻസ് ആണെന്നുള്ളത്. ഇതൊക്കെയാണ് ഇതിനുള്ള റീസൺ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. ബൈ. ഇതൊരു പെട്ടെന്നൊരു ക്വിക്ക് വീഡിയോ ആട്ടോ. ഓക്കെ, ബൈ. ഹാവ് എ ഗുഡ് ഡേ.